ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റ്യൻ. ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബജാജ് ഡോമിനറിൻ്റെ ടയർ മാറുന്ന വീഡിയോ ആണ്. ഞാനല്ല മാറുന്നത്, കടയിൽ കൊടുത്താണ് മാറുന്നത്. കാരണം എൻ്റെ കയ്യിൽ ടയർ വീലിൽ നിന്ന് ഊരിയെടുക്കാമെന്നുള്ള ടൂൾസൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന പുതിയ ടയർ. ഇതും MRF തന്നെയാണ്. MRF റെവ്സ് ഡി എന്നാണ് ഈ ടയറിൻ്റെ പേര്. ഇതൊരു ഡുവൽ പർപ്പസ് ടയറാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇതിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ടയർ മാറ്റുന്ന ഒരു രീതി ചെറുതായിട്ടൊക്കെ ഒന്ന് കാണാം. ഞാൻ അല്ല മാറ്റുന്നത്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. എന്നാലും പുറത്തെ നട്ടൂരി ആക്സിൽ പുറത്തേക്ക് ഇറക്കിയിട്ടാണ് പതുക്കെ ടയർ നമ്മൾ വീലിൽ നിന്ന് ഫ്രെയിമിൽ നിന്ന് ചേസിൽ നിന്ന് എടുക്കുന്നത്. ചേസിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മുടെ ഡിസ്ക് ബ്രേക്കൊക്കെ സൂക്ഷിച്ച് വെക്കുക. ഡിസ്ക് ബ്രേക്കല്ല, സോറി, കാലിപ്പേഴ്സ്. പുള്ളിക്കാരന് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റണില്ല, അതുകൊണ്ട് എന്നോട് പറഞ്ഞത് പിടിച്ചു തരാൻ വേണ്ടി. പുള്ളി നൈസായിട്ട് സ്പ്രോക്കറ്റൊക്കെ താഴത്തേക്ക് വെച്ചു. പിന്നെ ബുഷസൊക്കെ സൂക്ഷിച്ച് വെക്കുക. ഊരുമ്പോൾ കണ്ട ഒരു വൈറ്റ് കളറിലെ സംഭവം കാണുന്നുണ്ട്, അതൊക്കെയാണ് ബുഷസ്. പിന്നെ സ്പ്രോക്കറ്റ് എടുക്കുന്നതല്ല. ഇനി പുള്ളി ഹൈഡ്രോളിക് മെഷീനിലും ഇതൊക്കെ വേണം ആക്ച്വലി ഊരാനായിട്ട്. നമ്മൾ ഈ ലോക്കൽ വർക്ക്ഷോപ്പിലൊക്കെ കൊടുത്ത് ടയറൊക്കെ ഊരിക്കഴിഞ്ഞാൽ നമ്മുടെ അലോയ്സൊക്കെ ചിലപ്പോൾ ബെൻഡാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുമാത്രമല്ല, നല്ല രീതിയിൽ പെയിൻറ്റും പോകും. ഹൈഡ്രോളിക് മെഷീനാകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാം. എന്നാലും പെയിൻറ്റ് തീരെ പോകില്ലെന്നൊന്നും ഞാൻ പറയില്ല. അവരുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് പെയിൻറ്റ് പോകാൻ സാധ്യതകളുണ്ട്. ഇതൊരു വെറൈറ്റി മെഷീനാണ്. കാശുണ്ടെങ്കിൽ വീട്ടിലെണ്ണം മേടിച്ച് വെക്കായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ടയർ മാറ്റി കളിക്കായിരുന്നല്ലോ. ഒരു ലോക്കിംഗ് സിസ്റ്റമാണ്. വേണ്ട, ഇനി നമ്മുടെ സൈക്കിളുടെയൊക്കെ ടയർ ഊരണ പോലെ രണ്ട് വലിയൊരു സുനാപ്പിയൊക്കെ എടുത്തിട്ട് എൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കും. നൈസാണ് സംഭവം. നിങ്ങൾക്ക് ബോറടിക്കണില്ലെങ്കിൽ മുഴുവൻ കാണുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളഞ്ഞോ, സീനൊന്നുമില്ല. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ വീഡിയോ മൊത്തം എടുത്തത്. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കാണാം. ഇനിയിപ്പോൾ ജസ്റ്റ് ആ മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സൈഡിലെ ടയർ വീലിൽ നിന്ന് ഊരി വരും. ഇനി മറ്റേ സൈഡും കൂടി ഊരണമെങ്കിൽ ഇതേപോലെ സംഭവം ഇട്ടിട്ട് കണ്ട. ഞാൻ ഈ ടയർ മാറ്റണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് 3 പഞ്ചറായി. 3 പഞ്ചർ, 2 പഞ്ചർ ഞാൻ തന്നെ ഒട്ടിച്ചു, ഒരെണ്ണം പുറത്ത് ഒട്ടിച്ചു. എയർ നിൽക്കുന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പെട്ടെന്ന് ഇറങ്ങുമ്പോൾ എയർ കൊണ്ട് പമ്പിൽ നിന്ന് അടിച്ചിട്ട് പോകേണ്ടി വരുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ ട്രിപ്പ് പോകാനുള്ളത് കൊണ്ടും വെറുതെ റോട്ടിൽ എയറൊന്നും ഇല്ലാണ്ട് കിടക്കേണ്ട ഒരവസ്ഥ വരരുതല്ല എന്നോർത്ത് മാറ്റുന്നതാണ്. അത്യാവശ്യം ലോങ് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയാണ് ഞാൻ ഈ ടയേഴ്സ് മാറ്റുന്നത് തന്നെ. വൺ സൈഡ് ഒരു 270 കിലോമീറ്റേഴ്സ് ഉള്ളൊരു റൈഡ് പോകാൻ വേണ്ടി. മൂന്നാർ, കാന്തല്ലൂർ, മറയൂർ, അതിരമ്പള്ളി വഴി നൈസൊരു റൂട്ടാണത്. അപ്പോൾ ഇതാണ് പുതിയ ടയർ. കണ്ടോ, ഈ പുതിയ ടയറിൻ്റെ ഗ്രിപ്പ് കണ്ടോ, നല്ല നൈസ് ഗ്രിപ്പാണ്. അതായത് നമുക്ക് റോഡിനായാലും ഓഫ് റോഡിനായാലും ചെളിയിലൊക്കെ ഓടിക്കാൻ വേണ്ടി തന്നെ പാകത്തിന് ഇറക്കിയേക്കണ ഒരു ടയറാണ്. എൻ്റെ 2-3 ഫ്രണ്ട്സൊക്കെ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. നല്ല അഭിപ്രായമാണ് അവർക്ക് ഈ ടയറിനെ പറ്റി. അപ്പോൾ
എനിക്ക് ഈ ടയർ ആദ്യം കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു ടയർ എന്ന് വെച്ചാൽ നമ്മുടെ ഹസ്ക്വർണ ഉണ്ടല്ലോ, ഹസ്ക്വർണക്ക് കമ്പനി ഇട്ട് കൊടുക്കുന്ന ടയറാണിത്. അതായത് ഹസ്ക്വർണയുടെ സ്റ്റോക്ക് ടയറാണിത്. Mrfൻ്റെ റെവ്സ് ഡി എന്ന് പറഞ്ഞ ഐറ്റം. ബാക്കിൽ റെവ്സ് ഡിയും ഫ്രണ്ടിൽ റെവ്സ് എഫ് ഡി എന്നുമാണ് പേര് പറയുന്നത്. നമ്മുടെ സ്റ്റോക്ക് ടയർ അറിയാമല്ലോ, റെവ്സ് C1 എന്നാണ് അതിൻ്റെ പേര്. ഇനി ഒരു സൗണ്ട് കേട്ടോടെ, എയർ അടിച്ച് പൊട്ടിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പടക്കം പൊട്ടിക്കണ പോലെ ശബ്ദം കേട്ടേണ്ട, അതാണ് എഡ്ജ് പൊട്ടിക്കുക എന്ന് പറയുന്നത്. ഈ ടയർ കടക്കാരുടെ ഭാഷയിൽ എഡ്ജ് പൊട്ടിക്കണമെന്ന് പറയും. നമ്മുടെ ഭാഷയിൽ വേണമെങ്കിൽ പടക്കം പൊട്ടിക്കുക എന്ന് പറയാം. ടയർ കൊണ്ട് അത്യാവശ്യം നല്ല ലൗഡ് സൗണ്ട് ആയിരിക്കും. സംഭവം ഈ ഒരു ഗ്രിപ്പുള്ള ടയർ ഇട്ടപ്പോൾ ഗ്ലാമർ ആയണ്ട, വേറൊരു മൂഡാണ് ഈ ടയർ. കാണാൻ നല്ല എടുപ്പാണ്. അത് മഡ്ഗാർഡൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നൈസായിരിക്കും കാണാൻ. ഇനി തിരിച്ച് ഫിറ്റ് ചെയ്യാനുള്ള പങ്കപ്പാടാണ്. പിന്നെ ഒരു കാരണവശാലും നമ്മൾ ടയർ ചേഞ്ച് ചെയ്യുമ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യരുത്. അതായത് ഡിസ്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യരുത്. ടയർ ഊരി കഴിഞ്ഞിട്ട് ഡിസ്ക് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാലിപ്പർ ടൈറ്റാവും. പിന്നെ കാലിപ്പറിനകത്ത് നിന്ന് ബ്രേക്ക് ഷൂ ഒക്കെ കഷ്ടപ്പെടേണ്ടി വരും. പിസ്റ്റനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടാമത് സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു കാരണവശാലും ബ്രേക്ക് ഔട്ടരുത്. ഡിസ്ക് മറ്റേ കാലിപ്പറിനകത്ത് ബ്രേക്ക് പാഡ്സ് തമ്മിലുള്ള ഗ്യാപ്പ് അങ്ങനെ തന്നെ ഇരിക്കണം. ഇനി ആരെങ്കിലും ബ്രേക്ക് ചവിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊരു സ്ക്രൂ ഡ്രൈവർ വല്ലതും എടുത്ത് വെക്കുക. വരും ചവിട്ടിയാലും സീൻ വരില്ല. അപ്പോൾ ഇത് ടയർ കയറ്റണ ഇച്ചിരി ചടങ്ങാണ്, അത്ര ഈസി പരിപാടിയല്ല. കാരണം നല്ല വെയിറ്റാണ് ടയർ, വീല് എല്ലാം കൂടി വരുമ്പോൾ. പിന്നെ ടയർ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന എക്സ്ട്രാ വാഷേഴ്സും അതൊക്കെ കറക്റ്റായിട്ട് വെക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊന്നും പോകരുത്. ഈ സൈഡിൽ ഇടേണ്ട വാഷറുകൾ ഈ സൈഡിൽ തന്നെ ഇടുക, അപ്പുറത്തെ സൈഡിൽ ഇടേണ്ട അപ്പുറത്തെ സൈഡിലും ഇടുക. പിന്നെ ഇവർ എന്നൊക്കെ പറഞ്ഞ എക്സ്പീരിയൻസ്ഡ് ടീമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം തോന്നി കഴിഞ്ഞാൽ, നിങ്ങൾ കയറുന്നില്ലെന്നോ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അളവ് കിടന്ന് നോക്കിയിട്ടായാലും അത് സെറ്റാക്കി തരുമല്ലോ. അതേപോലെയാണ് താഴത്തേക്ക്. ഞാൻ ഈ വീഡിയോ കുറച്ച് ദിവസം മുന്നേ പിടിച്ച വീഡിയോ ആണ്. എന്നിട്ട് ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ട് റിവ്യൂ ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ട്രിപ്പ് ഉണ്ടല്ലോ, ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. മൂന്നാർ, മറയൂർ, കാന്തല്ലൂരൊക്കെ പോയി ഈ ടയറിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് വീഡിയോ പബ്ലിഷ് ചെയ്യാമെന്ന് ഓർത്തിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ടയറിനെ പറ്റി ഒന്നും പറയാനില്ല, സൂപ്പർ ടയറാണ്. നല്ല വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ നല്ലപോലെ മഴയത്ത് ഓടിച്ചു. നല്ല കോർണേഴ്സ് ഉണ്ടായിരുന്നു, നൈസായിട്ട് കിടത്തി, ഒരു സീനും ഉണ്ടായിരുന്നില്ല. ഫുൾ കോൺഫിഡൻസ് ആയിരുന്നു. എൻ്റെ രണ്ട് സൈഡിലെ ഫുട് പെഗ്ഗൊക്കെ വരച്ച് റോട്ടിൽ നൈസായിട്ട് നല്ല കോൺഫിഡൻസ് കിട്ടുന്ന ടയറാണ്. അപ്പോൾ ഐ എം റിയലി ഹാപ്പി അബൌട്ട് ദിസ് ടയർ. ഇതെൻ്റെ ബാക്ക് വീല് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ആണ്. എൻ്റെ ഫ്രണ്ട് വീല് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ഉണ്ട്, ലെങ്തി ആയി പോകും. അപ്പോൾ അതിൻ്റെ വേറൊരു വീഡിയോ ഉണ്ടാവും. ഇത് ട്രിപ്പ് പോയതിൻ്റെ ഫോട്ടോസാണ്. നൈസായിട്ട് കോർണറൊക്കെ ചെയ്യാൻ പറ്റി. കൂട്ടുകാർ ഫോട്ടോ ഒക്കെ എടുത്തതിൻ്റെയാണ് ഇത് കാണുന്നത്. കണ്ട ബാക്ക് ടയറിൻ്റെ ലുക്ക് കണ്ട. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.